കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സർക്കാരും പ്രതിപക്ഷവും നേർക്കുനേർ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ യുവജന സംഘടനകൾക്കെതിരെ പോലീസ് ചുമത്തിയ കേസുകളിൽ ഒന്നൊന്നായി തുടരന്വേഷണം പ്രഖ്യാപിക്കുകയാണ് നിലവിലെ സർക്കാർ. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ നടന്ന ആക്രമണത്തിലും വിമാനത്തിലെ പ്രതിഷേധത്തിലും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിന് പിന്നാലെ ഇപ്പോൾ മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കേസും SITയുടെ കൈകളിലേക്ക് എത്തുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് വഴിയൊരുങ്ങുന്നത്. ഈ വർഷം ഫെബ്രുവരി 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അന്നത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ KSU പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തി. എന്നാൽ പ്രതിഷേധക്കാർ മാരകായുധങ്ങളുമായി ചാടി വീണ് മന്ത്രിയുടെ കഴുത്തിന് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ ഗൺമാൻ പോലീസിന് നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വധശ്രമം അടക്കം തടവറ ഉറപ്പാക്കുന്ന 13ഓളം ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് KSU നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ വലിയ ദുരൂഹതകളും ചോദ്യങ്ങളും ഉയർന്നിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് പ്രതികളെ ഉടനടി പിടികൂടിയ പോലീസിന് അന്ന് അവരുടെ കയ്യിൽ നിന്നും യാതൊരുവിധ മാരകായുധങ്ങളും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനിടെ പരിക്കേറ്റെന്ന് പറഞ്ഞ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ICUവിലും പ്രവേശിക്കപ്പെട്ട മന്ത്രി വീണ ജോർജ് പിറ്റേന്ന് പുലർച്ചെ സ്വന്തം കാർ ഓടിച്ച് പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് പോയത് അന്ന് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. പിന്നീട് കേസ് റെയിൽവേ പോലീസിന് കൈമാറുകയും സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ചെയ്തതോടെയാണ് അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. ദൃശ്യങ്ങളിൽ എവിടെയും മന്ത്രിക്ക് നേരെ ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണമോ വധശ്രമമോ നടന്നിട്ടില്ലെന്ന് വ്യക്തമായി. പിന്നീട് തിരുവനന്തപുരത്ത് വെച്ച് റെയിൽവേ പോലീസ് നൽകിയ മൊഴിയിൽ ഉന്തിലും തള്ളിലുമാണ് തനിക്ക് പരുക്കേറ്റതെന്ന് വീണ ജോർജ് തന്നെ വ്യക്തമാക്കിയതോടെ തുടക്കത്തിൽ ആരോപിച്ച വധശ്രമ കേസ് പോലീസിന് തന്നെ പിൻവലിക്കേണ്ടി വന്നു. ഇപ്പോൾ കണ്ണൂർ MLA TO മോഹനൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ സർക്കാർ ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്നത്തെ ഭരണ നേതൃത്വത്തെയും മന്ത്രിയെയും പ്രീതിപ്പെടുത്താൻ ഗൺമാനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് എഴുതിയുണ്ടാക്കിയ വ്യാജ തിരക്കഥയാണിതെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. നിരപരാധികളായ യുവജന നേതാക്കളെ വ്യാജ കേസിൽ കുടുക്കി ജയിലടക്കാൻ കൂട്ടുനിന്ന മാസ്റ്റർ മൈൻഡുകളെ പുറത്തു കൊണ്ടുവരികയാണ് ഈ പുതിയ അന്വേഷണത്തിന്റെ ലക്ഷ്യം. ആലപ്പുഴയിലെ കുപ്രസിദ്ധമായ രക്ഷാപ്രവർത്തന കേസിൽ SIT വന്നതോടെ ഉന്നത IPS ഉദ്യോഗസ്ഥർ MR അജിത് കുമാറിന് DGP പദവി കൈവിട്ടു പോയ സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ അധികാരവും ഭരണസ്വാധീനവും ഉപയോഗിച്ച് വ്യാജ കേസുകൾ കെട്ടിച്ചമച്ചവർക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത്. പുതിയ അന്വേഷണം പൂർത്തിയാകുന്നതോടെ ഇതിന് പിന്നിൽ കളിച്ച രാഷ്ട്രീയ നേതൃത്വവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കൂടുതൽ പ്രതിരോധത്തിലാകുമെന്ന് ഉറപ്പാണ്.